ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് വൻപയർ വെച്ചിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. വൻപയർ നമ്മൾ സാധാരണ കറിയൊക്കെ വെച്ചാലേ നമ്മുടെ വീട്ടിലെ കുട്ടികൾ പലപ്പോഴും അത് തിന്നാതിരിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വൻപയറിൻ്റെ മസാല റെഡിയാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കൂടെ നല്ല അടിപൊളി കോംബോ ആയിട്ട് കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ഇപ്പോൾ ഞാനിവിടെ 1/2 കിലോ വൻപയർ തലേന്ന് രാത്രിയെ വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളമൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളിത് കുതിർക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. കുതിർത്തെടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി എടുത്ത ശേഷം പിന്നെ നമുക്കിത് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടി തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ ഉരുളക്കിഴങ്ങും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് 4ആയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ വൻപയർ കുതിർത്ത് വെച്ചതായതുകൊണ്ട് 2 വിസിലൊക്കെ മതി. അപ്പോൾ കുതിർക്കാത്തതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മസാല റെഡിയാക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് നമ്മൾ സാധാരണ കുക്ക് ചെയ്യാൻ എടുക്കുന്ന ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള സവാള ആണെങ്കിൽ 2 ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 3 ചേർത്ത് കൊടുക്കാം. അത് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കുക. അപ്പോഴായിരിക്കും നമ്മുടെ മസാലയ്ക്ക് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം പിന്നെ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 3 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് തക്കാളി നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും അധികം യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയാൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു കൂട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അത് ചതച്ചിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വൻപയർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലൊരുപാട് വെള്ളം ബാലൻസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ പയർ മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ അധികം ഗ്രേവി ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ചോറിൻ്റെ കൂടെയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വേവിക്കാൻ വൻപയർ വേവിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് വറവിട്ട് കൊടുക്കാനായിട്ട് ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയ ശേഷം ഒന്നിക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു അരമുറി സവാള നൈസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് കളറ് മാറി വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. അപ്പോൾ കൂടി തന്നെ ഇതിലോട്ട് നമുക്ക് 2-3 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴറ്റി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു വറവ് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം.
അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ആർക്കും ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. വാട്സപ്പിൽ ചാനലുണ്ട്, അതൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.